ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളത് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗപ്പീസും അതുപോലെ വളർത്ത് മീൻ പിന്നെ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഫിഷിന് തന്നെ കുറേ വെറൈറ്റീസ് ഉള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ പാർട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഗപ്പീസിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലവും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് ചേട്ടൻ ഫസ്റ്റ് ഒന്ന് പറയും. എവിടെയാണ് സ്ഥലം? ട്രിവാൻഡ്രമാണ്, നെയ്യാറ്റിൻകര പെരുമ്പടൂർ വിഷ്ണുപുര ക്ഷേത്രത്തിൻ്റെ ഒരു 500 മീറ്റർ അകത്തോട്ട്. ഓക്കെ, അപ്പം ബാക്കി ഗൂഗിൾ ലൊക്കേഷൻ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗപ്പീസിൻ്റെ ഓരോ കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ള് ജസ്റ്റ് ഒന്ന് കണ്ടു. ഇവിടെ നമ്മളെല്ലാ ഫിഷിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നിറച്ച് വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുന്ന എന്ത് ഫിഷ് വെറൈറ്റി ആണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റി ഗപ്പീസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഇതേ വെറൈറ്റി ആണ് സാന്താക്ലോസ്. ഓക്കെ, ഈ താത്ത് കൊണ്ടുപോകാം. അപ്പോൾ സാന്താക്ലോസ് വെറൈറ്റി ആണ് ഗപ്പി. അത്യാവശ്യം നല്ല ഇയറൊക്കെ ഉള്ള ഇത് കൊടുക്കുന്ന സൈസാണ് ഇത്. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന സൈസാണ്. എപ്പോഴും ഈ സൈസ് കാണണമെന്നില്ല, നമുക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സൈസ് മാക്സിമം കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ സൈസ് നമുക്ക് കൊടുക്കാൻ ഉണ്ടാവും. പിന്നെ അടുത്ത ഓരോന്നാല് സാന്താക്ലോസ് ആണ്. ഇതടുത്ത് ആൽബിനോ കോയി. നമ്മളിവിടെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്താണ് ഇട്ടിട്ടുള്ളതല്ല. അത്രയും ക്വാളിറ്റി നിർത്താൻ വേണ്ടി ബ്രീഡിങ് സെപ്പറേറ്റ് ഇടുമല്ലേ? സെപ്പറേറ്റ് ഇടും. അത് മേളിലാണ് ബ്രീഡിങ് ബാക്കിയുള്ളതൊക്കെ. ഇത് ആൽബിനോ കോയി. പിന്നെ ഇതിൽ വന്നിട്ട് ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് മോസ്കോ ബ്ലൂ. ഹെഡിൽ മറ്റേ ബ്ലൂ കളർ അല്ലേ ഇത്? അല്ല, അതിൻ്റെ ബോഡിയിലാണ്. ഇത് ബോഡിയിൽ കളർ വരുന്ന ടൈപ്പാണ് അല്ലേ ഇത്? പിന്നെ ഇത് വന്നിട്ട് ഇത് ഫുൾ റെഡ്. അത് രണ്ട് എല്ലാം സെപ്പറേറ്റ് ആണ് അല്ലേ? മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള. ഇത് ഏത് വെറൈറ്റി ആണ്? ബ്ലൂ ഗാലക്സി. ഇതൊന്നും അതിൽ നിന്നിട്ട് ബ്ലൂ ഗാലക്സി അല്ലേ? ഓക്കെ, ഇത് ബ്ലൂ ഗാലക്സി അല്ലേ? ഇതിനും എത്ര റേറ്റ് വരും? നമുക്കൊരു റേറ്റും ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുമല്ലോ, ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആണ്? സെപ്പറേറ്റ്. ഇതിലാണ് ഇതിനകത്താണ് അപ്പോൾ അല്ലേ? ഓക്കെ, അതിൻ്റെ ഫീമെയിൽ അത്യാവശ്യം നല്ല സൈസ് വരുന്നല്ലേ? ഓക്കെ, റെഡ് ഡ്രാഗൺ. റെഡ് ഡ്രാഗൺ ഇത് അത്യാവശ്യം നല്ല ഗ്ലാസ് ഇട്ട് കാണാൻ കുറച്ച് നല്ല ഇത് കാണുമല്ലേ ഇത്? ഓക്കെ, റെഡ് ഡ്രാഗൺ എന്ന വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് ഇത് ഗ്രീൻ ടൈഗർ. ഇത് 7th എന്ന് പറഞ്ഞാൽ ആ വെറൈറ്റി അല്ലേ? ഇത് ഗ്രീൻ ടൈഗർ ആണ്. അതിൽ കുറച്ചുകൂടെ നമ്മുടെ ചോപ്പ് കയറി വരും. അതിൻ്റെ മൾട്ടി ഡ്രാഗൺ ഉണ്ട്. ഓക്കെ, ഇത് ഇയർ ഇല്ലാത്ത ടൈപ്പാണ് അല്ലേ ഇത്? ഓക്കെ, ഇതങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നാലും മതി. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് ഗോൾഡൻ ഫോണിക്സ് എന്ന് പറയും. പണ്ടത്തെ സിംഗപ്പൂർ ഗപ്പി എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഗോൾഡൻ ഫോണിക്സ് ആൽബിനോ ആണ്. ഇതിൻ്റെ തന്നെ മറ്റേ ടെക്സ്റ്റ് ഡ്രോയിങ് ആണോ അല്ലേ? ഇല്ല, ഇതിൽ നോർമൽ ആൽബിനോ രണ്ട് വെറൈറ്റിയാണ്. ചില്ലി മൊസൈക്ക് ഇത് അതാണ് ഗ്രീൻ ടൈഗർ. ഫസ്റ്റ് അവിടെ കാണിച്ചാൽ ഗ്രീൻ ടൈഗർ. ചില്ലി മൊസൈക്ക് 2 ലൈനേജ് ഉണ്ട്. ഇതൊരു ലൈനേജ്. ഇത് കുറച്ചുകൂടെ സിൽവർ കയറി വരുന്ന ടൈപ്പാണല്ലേ? ഇത് അങ്ങനെ കയ്യിൽ വെച്ച് കാണിച്ചാലും മതി. ഓക്കെ, അത്യാവശ്യം നല്ല ഇയർ വരുന്നുണ്ട്. പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇത് ചില്ലി റെഡ് അല്ലേ? ചില്ലി മൊസൈക്ക്. അത് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ നമ്മൾ. ഓക്കെ, അതെൻ്റെ ഫീമെയിൽ. ഇപ്പം കാണിച്ച മെയിൽ. ഇതിൻ്റെ അടുത്ത് ചെറിയ സൈസ് മേളിൽ നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഇത്തിരി സൈസ് ഇങ്ങ് കൊണ്ടുവരും. എന്നിട്ട് മെയിൽ കൺഫേം ആവണേനെ മാറ്റി മെയിൽ ഫീമെയിൽ അങ്ങനെ. ഓക്കെ, വലിയ സൈസാണ്. അവിടെ കാണിച്ചത് അതിൻ്റെ കുറച്ച് സൈസ് ഉള്ളത്.
ഓക്കെ. ചില്ലി മൊസാക്ക് അത്യാവശ്യം നല്ല ഇയർ വരും അല്ലേ? ഇനി അടുത്ത ഇതതിൻ്റെ ഫീമെയിൽ. അടുത്തത് വന്നിട്ട് യെല്ലോ അല്ലേ? ഇത് ഫുൾ ഗോൾഡ്. ഫുൾ ഗോൾഡ്. ഓക്കെ. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള കൊടുക്കാനുള്ള സൈസായിരുന്നു. ഫുൾ ഗോൾഡ് വെറൈറ്റി ആണ്. ഇത് ഇയറുള്ള അല്ലേ? ഇയറുള്ള റിബൺ ഇല്ല, ഇയർ മാത്രമേ ഉള്ളൂ. ഇയർ മാത്രം. ഓ, ഇതിൽ തന്നെ റിബൺ ഉള്ള വേറെ വെറൈറ്റി ഉണ്ട്. ഇത് വൈൽഡ് റെഡ് എന്ന് പറയും. വൈൽഡ് റെഡ്. ഓക്കെ, വൈൽഡ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഓക്കെ, അതിൽ ഫിന്നും വരുമല്ലേ? നല്ല ടെയിലാണ് കൂടുതലുള്ള. ഓക്കെ, നമ്മുടെ ജാപ്പനീസ് ബ്ലൂ പോലെയൊക്കെ അത്യാവശ്യം ഇറങ്ങി വരും അല്ലേ? ഓക്കെ. ഇത് ഫുൾ ബ്ലാക്ക് ഇയർ. ഫുൾ ബ്ലാക്കിൽ ഇയർ വിത്ത് ഇയർ വരുന്നതേക്ക് അല്ലേ? ജെറ്റ് ബ്ലാക്കിന് വ്യത്യാസം പറഞ്ഞാൽ ഇയർ മാത്രമല്ലേ വ്യത്യാസം വരും? അല്ല, ഇത് കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം ബ്ലാക്ക് ആകുമ്പോൾ നമുക്കിനി വേറെ അറിയില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇത് അതിൻ്റെ ഫീമെയിൽ. വേറെ ജാവ റെഡ് എന്ന് പറയും. ഓ, ജാവ റെഡ് അത് വേറെ. വൈൽഡ് റെഡ് അത്, ഇത് ജാവ റെഡ്. ജാവ റെഡ് തമ്മിലുള്ള വ്യത്യാസം ഇത് കുറച്ചുകൂടെ സൈസ് ആകുന്നതാണ്. ഇത് ഫിന്ന് ഒത്തിരി കൂടി ഫിന്നാണ്. മറ്റേനാണെങ്കിൽ ഫീമെയിലിന് ഈ കളർ വരില്ല അല്ലേ? ഇങ്ങനെ ഇത്ര കളർ. അതൊക്കെ ഇതിൻ്റെ ഫീമെയിൽ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ കാണിച്ചു. ഇതിൻ്റെ ഫീമെയിൽ അത്യാവശ്യം നല്ല കളർ വരും. ഓ, ജസ്റ്റ് വലയിൽ കാണിച്ചു. ഓക്കെ. സാധാരണ നമ്മൾ ഫീമെയിലിൽ കുറച്ചൊക്കെ നല്ല കളർ വരുന്ന ഇതിലാണ് അല്ലേ? നല്ല ചോപ്പ്. വൈൽഡിന് കാണും കളർ കൂടുതൽ. ഷോർട്ട് ബോഡി. കോയി ടെക്സ്ചർ ഷോർട്ട് ബോഡി. കോയി ടെക്സ്ചർ ഷോർട്ട് ബോഡിയാണ്. ഇത് അത്യാവശ്യം ഇങ്ങനെ ചെറുതായിരിക്കും അല്ലേ? ഈർന്ന് വരില്ലല്ലേ ഇതിൽ? ഇല്ല ഇല്ല, ഈർന്നില്ല. ഫീമെയിലാണ് നല്ല ഉണ്ടായിട്ടിരിക്കുന്നത്. ഫീമെയിൽ ഇതല്ലേ? ഫീമെയിൽ അത്ര സൈസ് ആയിട്ടില്ല അല്ലേ? ചെറിയ സൈസ് ബാക്കിയെല്ലാം സെയിലായിപ്പോയി. പിന്നെ കുറച്ചേ ഉള്ളൂ. നമ്മളെ പ്ലാറ്റിനം ബിഗ് ഇയർ. ഓക്കെ, അത്യാവശ്യം നിറച്ച് ആൾക്കാർ ഇത് പോകുന്ന സാധനമാണല്ലേ ഇത്? ഡംബോ ബിഗ് ഇയർ അല്ലേ? ഇത് ഡംബോ ബിഗ് ഇയർ അല്ലേ? അത്യാവശ്യം. ഓക്കെ, ബിഗ് ഇയർ വെറൈറ്റി ആണ്. പ്ലാറ്റിനം അതിൻ്റെ ഫീമെയിൽ ഇതിലല്ലേ കിടപ്പുള്ള? ഫീമെയിൽ ഇതിനകത്ത് ഇതിലും അതിലുണ്ടല്ലേ? അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള. ഓ, ഇത് ഓക്കെ, മാറ്റി ഇട്ടിട്ട്. ഓക്കെ, പ്ലാറ്റിനം റെറ്റിലൊക്കെ ജസ്റ്റ് കാണിച്ചു. ഓക്കെ, പ്ലാറ്റിനം റെറ്റിൽ. അതിനടുത്ത് ഇത് മജന്ത ബിഗ് ഇയർ എന്ന് പറയും. മജന്ത ബിഗ് ഇയർ. ഇതൊന്നും ജസ്റ്റ് ചാൻസ് ഇല്ല. മജന്ത ബിഗ് ഇയർ അല്ലേ? ഓ, അത്യാവശ്യം അത്ര ഇല്ലാത്തൊരു വെറൈറ്റി ആണ് എല്ലാവരും. മജന്ത ബിഗ് ഇയർ എന്നല്ലേ എല്ലാവരും? അത്യാവശ്യം നല്ല ചെറിയ വ്യത്യാസം വരും തമ്മിൽ കളർസിൽ. ഇതിൽ രണ്ട് കളർ ഇറങ്ങും. ചുവപ്പും കുറച്ച് കയറി വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ടല്ലേ? ഓക്കെ, മജന്ത. പർപ്പിൾ ബ്ലൂ വെറി ഡ്രാഗൺ. ഇത് കുറച്ച് ഇതിനകത്ത് ഇവിടെ കുറച്ചേ ഉള്ളൂ, ബാക്കി അപ്പുറത്തെ സൈഡ് മെയിൻ അപ്പുറത്ത് കിടപ്പുണ്ട്. പർപ്പിൾ ബെറി ഡ്രാഗൺ. ഓക്കെ, ഇതിന് നല്ല ഇയറും വരുമല്ലേ? ഹെഡിൽ എത്ര കളർ വരില്ലേ ഇതിൽ? ഇത് ഹാഫ് ഗോൾഡ്. ഹാഫ് ഗോൾഡ് ഇത് പിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? കാണാം. ഓക്കെ, അത്യാവശ്യം നല്ല. ഇതെന്തോ ഹാഫ് ഗോൾഡാണ്. ഹാഫ് ഗോൾഡ്. ഇത് മറ്റേ ഇതല്ലേ വൈറ്റ് ടെക്സ്ചർ അല്ലേ? ഹാഫ് ഗോൾഡ്. ഓക്കെ, ഹാഫ് ഗോൾഡ്. അതിലെന്ന് മറ്റേ ഫുൾ ബോഡി മറ്റേ ഇത് വരികയാണെങ്കിൽ ഇതിൽ വ്യത്യാസം വരില്ലല്ലേ? ഓ, അതിൻ്റെ ഫീമെയിൽ കിടപ്പുണ്ട്. ഫീമെയിൽ നല്ല അത്യാവശ്യം നല്ല കളർ വരുന്നുണ്ടല്ലേ? ഫുൾ ഗോൾഡിന് ഫീമെയിൽ കളർ വരുമല്ലേ? കളർ ഉണ്ടല്ലോ അത്യാവശ്യം. ഇത് മൾട്ടി ഡ്രാഗൺ. മൾട്ടി ഡ്രാഗൺ ഇതല്ലേ? മൾട്ടി ഡ്രാഗൺ. ഓക്കെ, ചെറിയ ഇതിലും കളർ വേരിയേഷൻ ഉണ്ടല്ലേ? ചെറിയത് നീലയും. ഇത് രണ്ട് കളറാണ്, ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറും നീല കളറും. നീലയും അല്ലേ? ആ, ഓക്കെ. ഇതായാലും ഫീമെയിൽ അല്ലേ? അല്ല, ഇത് ചില്ലി മൊസൈക്ക്. ചില്ലി മൊസൈക്കിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗപ്പീസ് എല്ലാം ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ? ഇത് ഫുൾ റെഡ്. ഇനി നമുക്ക് ഇതിപ്പോൾ ഇവിടെ കാണിച്ച എല്ലാം നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് അല്ല, നമ്മുടെ നോർമൽ ബ്രൂഡ് സ്റ്റോക്ക് വേറെ ഉണ്ടല്ലോ, പുറത്തുണ്ട്, വേറെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഇന്നത്തെ ഇവിടെ കാണിച്ചപ്പോൾ ഇതിൽ ഇപ്പോൾ സപ്പോസ് ഇവർക്ക് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്കിപ്പോൾ കൊറിയർ അവൈലബിൾ ആണ്. കേരള ഡെലിവറി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്പറും ഡീറ്റെയിൽസും കൂടെ കൊടുത്തിരിപ്പം ജസ്റ്റ് നമ്പർ കൂടെ പറയാം.
നമ്പർ 9847815136. ഓക്കെ, അപ്പോൾ ഈ നമ്പർ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വിളിച്ചാൽ കിട്ടും. അതിന് വാട്സപ്പ് നമ്പറിൽ ഇത് വാട്സപ്പ് അതിന് കൂടുതൽ വിളിക്കുന്നതിനേക്കാൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യുന്നവർക്ക് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ ഇതിനേക്കാൾ നമ്മളിപ്പോൾ കാണിച്ചത് പോയിട്ട് ഗപ്പി ഫിഷ് പോയതിന് ശേഷം ഇവിടെ നിറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അതിന് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി അടുത്ത് നമുക്ക് കാണിക്കാനുള്ളത് ഇപ്പോൾ ഗോൾഡ് ഫിഷ്, പിന്നെ വളർത്തുന്ന വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ വരുന്നൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.